മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വൈദിക സാഹിത്യം എന്നൊരു വാക്കുണ്ട്. വൈദിക സാഹിത്യം അതിൻ്റെ അർത്ഥം വേദങ്ങൾ, അതിൻ്റെ തുടർച്ചയായിട്ട് വേദത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രത്യേകം പുസ്തകമായിട്ടോ വരുന്ന ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ. ബ്രാഹ്മണ ഗ്രന്ഥം എന്നുള്ളതിന് ഒരർത്ഥമേ ഉള്ളൂ, പ്രോസ്, ഗദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ ഗദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. വേദം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്, ഈ 4 വിഭാഗത്തിൽപ്പെടുന്ന ഗ്രന്ഥങ്ങളെയാണ് വൈദിക സാഹിത്യങ്ങള്, വേദിക് ലിറ്ററേച്ചർ, വൈദിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ വേദം 4 എണ്ണാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പക്ഷെ വേദഗ്രന്ഥം 4 എണ്ണല്ല. ഋഗ്വേദത്തില് 25 ശാഖകളുണ്ട്. യജുർവേദത്തിൽ 108 ശാഖകളുണ്ട്, 108 ബ്രാഞ്ചസ് ഉണ്ട്. ഇതിൽ കുറെയെല്ലാം നഷ്ടപ്പെട്ടു, കുറച്ച് ഇന്നുമുണ്ട്. ഋഗ്വേദത്തിൽ 25 ശാഖകളുണ്ടെങ്കിൽ 4 എണ്ണമേ ഇപ്പൊ അവൈലബിൾ ഉള്ളൂ, ബാക്കിയുള്ളത് നഷ്ടപ്പെട്ടു. സാമവേദത്തില് 1000-ഓളം ശാഖകളുണ്ട്, അതിൽ 10-11 എണ്ണമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. അഥർവവേദത്തില് 52 ശാഖകളുണ്ട്, 5, 6, 7, 8 അവൈലബിൾ ആണ്. ഇപ്പൊ വേദം എന്ന് പറയുന്നത് തന്നെ ഒരൊറ്റ ഗ്രന്ഥമല്ല. 4 വേദങ്ങൾ എന്ന് പറയുന്നതും ഒരു വേദത്തിൽ ഒരു പുസ്തകമല്ല. പക്ഷെ വേദമാണ് എല്ലാത്തിൻ്റെയും റൂട്ട്. അതെന്തുകൊണ്ടാണെന്ന് നാളത്തെ ക്ലാസ്സിൽ പറയാം. ഇപ്പൊ വേദം അതിൻ്റെ തുടർച്ചയായിട്ട് ചിലപ്പോൾ വേദത്തിൻ്റെ ഭാഗമായിട്ട് വരും, ചിലപ്പോൾ സെപ്പറേറ്റ് പുസ്തകമായിട്ട് വരും. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ഋഗ്വേദത്തിന്റെ ബ്രാഹ്മണ ഗ്രന്ഥം ഐതരേയ ബ്രാഹ്മണം സെപ്പറേറ്റ് പുസ്തകമാണ്. സാങ്ഖ്യായന ബ്രാഹ്മണം അത് സെപ്പറേറ്റ് പുസ്തകമാണ്. കൗശീതകി ബ്രാഹ്മണം സെപ്പറേറ്റ് പുസ്തകമാണ്. യജുർവേദത്തില് ശരിക്കും പറഞ്ഞാല് ശതപഥ ബ്രാഹ്മണം ഉണ്ട്, എൻറ്റയർലി സെപ്പറേറ്റ് പുസ്തകമാണ്. പക്ഷെ യജുർവേദത്തിന്റെ ശാഖയായിട്ടുള്ള തൈത്തരീയ യജുർവേദത്തില് അതിനകത്ത് ധാരാളം ബ്രാഹ്മണ ഭാഗങ്ങളുണ്ട്. തൈത്തരീയ ബ്രാഹ്മണം തൈത്തരീയ വേദശാഖയുടെ അകത്തുള്ളതാണ്. അപ്പൊ ശരിക്കും നോക്കുക, വേദത്തിന്റെ അകത്തുള്ള ബ്രാഹ്മണങ്ങളുണ്ട്. സമവേദത്തിനകത്ത് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളില്ല, ധാരാളം 11 ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അഥർവവേദത്തിനകത്ത് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളില്ല, ഗോപദ ബ്രാഹ്മണം അഥർവവേദത്തിന്റെ ഭാഗമാണ്, സെപ്പറേറ്റ് പുസ്തകമാണ്. ഇപ്പൊ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് യാഗകർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വിവരിക്കുന്ന ഗദ്യഭാഗത്തിലുള്ള ഗ്രന്ഥങ്ങളാണ്, ഗദ്യരൂപത്തിലുള്ള ഗ്രന്ഥങ്ങളാണ്. അത് ചിലപ്പോ വേദത്തിന്റെ ഭാഗമായിട്ട് വരാം, മിക്കവാറും വേദത്തിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. ഇപ്പൊ വേദം കഴിഞ്ഞാൽ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പറയാം, വേദഗ്രന്ഥങ്ങൾ കഴിഞ്ഞാൽ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ. ഇനി ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ തന്നെ ചിലപ്പോ അതിൻ്റെ ഭാഗമായിട്ട് ആരണ്യക ഗ്രന്ഥങ്ങൾ വരാം. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് യാഗകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള വിവരണങ്ങളാണ്. ആരണ്യകം എന്ന് പറയുന്നത് ഈ വാനപ്രസ്ഥം, സന്യാസം അല്ലെങ്കിൽ സന്യാസം വാനപ്രസ്ഥത്തിനൊക്കെ പോകുന്നവര് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കുറേ യാഗകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള രീതിയിൽ കാട്ടിലൊക്കെ വസിക്കുന്നവരും തപസ് ചെയ്യാനൊക്കെ പോകുന്നവർക്കും ഫെസിലിറ്റീസ് ഇല്ലല്ലോ, ഉള്ളത് ഉപയോഗിച്ച് യാഗങ്ങളും പൂജകളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള വിവരണങ്ങളാണ് ആരണ്യക ഗ്രന്ഥങ്ങളിലുള്ളത്. ആരണ്യം എന്ന് പറഞ്ഞാൽ തന്നെ കാടാണ്. ഇപ്പൊ കാട്ടിലുള്ള ജീവിതത്തിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ വിവരിക്കുന്നു. അപ്പൊ നമ്മളെ പോലെയുള്ളവർക്ക് അത് ബാധകമല്ല. അപ്പൊ വേദങ്ങള്, ബ്രാഹ്മണങ്ങള്, ആരണ്യകങ്ങള് വേദത്തിന്റെ ഭാഗമായിട്ടോ
ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ടോ ആരണ്യക ഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ടോ ഇതിലൊന്നിലും പെടാതെയോ ഉപനിഷത്തുക്കൾ വരാം. അത് അവസാനാണ്. വൈദിക സാഹിത്യത്തിന്റെ അവസാന ഭാഗം വരുന്നതാണ് ഉപനിഷത്തുക്കൾ. അതുകൊണ്ട് അതിനെ വേദാന്തങ്ങൾ എന്ന് പറയും. അന്തം എന്ന് വെച്ചാൽ അവസാന ഭാഗം. വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ എസൻസ്. വേദാന്തം വേദാന്തം താൻ എന്നോട് പറയേണ്ടെന്ന് പറഞ്ഞാൽ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഉപനിഷത്തുക്കളിലുള്ളത്. 108 ഉപനിഷത്തുക്കളുള്ളതില് 10 ഉപനിഷത്തുക്കൾ വളരെ പ്രധാനപ്പെട്ടത്. ചിലരുടെ അഭിപ്രായത്തിൽ 18 ഉപനിഷത്തുക്കൾ ഏറ്റവും ഉജ്ജ്വലം. ബാക്കിയുള്ളത് നോർമൽ ഉപനിഷത്തുക്കളാണ്, പിന്നീട് എഴുതിയതാ. അപ്പൊ വേദത്തിന്റെ ഭാഗമായിട്ട് വരുന്നൊരു ഉപനിഷത്തുണ്ട്, ഈശാവാസ്യ ഉപനിഷത്ത്. യജുർവേദത്തിന്റെ 40-ാം അധ്യായമാണ്. ബ്രാഹ്മണങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഉപനിഷത്തുക്കളുണ്ട്, തൈത്തരീയ ഉപനിഷത്ത്. ഐതരേയ ബ്രാഹ്മണത്തിന്റെ അവസാനം വരുന്നു ഐതരേയ ഉപനിഷത്ത്, മഹൈതരേയ ഉപനിഷത്ത്. ആരണ്യകത്തിന്റെ അവസാനം വരുന്ന ഉപനിഷത്തുകളുണ്ട്, അത് ചാന്തോക്യ ഉപനിഷത്ത് പോലെയുള്ളത്, സാമവേദത്തിൻ്റെത്. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന ഉപനിഷത്തുക്കൾ. അപ്പൊ നിർബന്ധമായി നിങ്ങൾ പഠിക്കണം വേദം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. 4 വാക്കുകൾ: വേദം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്തുക്കൾ. വേദഗ്രന്ഥങ്ങൾ അതിനകത്തോ സെപ്പറേറ്റ് ആയിട്ടോ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ വരാം. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾക്കകത്തോ സെപ്പറേറ്റ് ആയിട്ടോ ആരണ്യക ഗ്രന്ഥങ്ങൾ വരാം. വേദത്തിൻ്റെയും ബ്രാഹ്മണത്തിൻ്റെയും ആരണ്യകത്തിൻ്റെയും ഭാഗമായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ ഉപനിഷത്തുക്കൾ വരാം. ഉപനിഷത്തുക്കളെ വേദാന്തങ്ങൾ എന്ന് പറയുന്നു. അത് ജീവിത സത്യങ്ങളാണ്. 108 ഉപനിഷത്തുക്കളും ഇമ്പോർട്ടൻ്റ് അല്ല, 10-18 ഉപനിഷത്തുക്കളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രണാമം, നമസ്കാരം.